അനുഗ്രഹീത ബലഹീനത. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. 2 കൊരിന്ത്യർ 12:9 അപ്പോസ്തലനായ പൗലോസ് സ്വയം പ്രശംസിക്കുന്ന തൻ്റെ ദൗർബല്യം അഥവാ ബലഹീനത എന്താണ്? ഇത് ഏതെങ്കിലും രോഗമോ ശാരീരിക ബലഹീനതയോ ആണോ? അല്ല, അതു രണ്ടുമല്ല. എന്തുകൊണ്ടെന്നാൽ ഈ കാര്യങ്ങൾക്ക് ഒരുവന്റെ മേൽ ക്രിസ്തുവിൻ്റെ ശക്തി ആവസിപ്പിക്കുവാൻ സാധ്യമല്ല. അപ്പോൾ എന്താണ് ഈ ബലഹീനത? ദൈവഹിതം മാത്രം ചെയ്യുവാൻ നമ്മെ പ്രതിഷ്ഠിക്കുമ്പോൾ അതുല്യവും അനുഗ്രഹീതവുമായ ബലഹീനത, നമ്മെ സ്വന്തം ഇഷ്ടം ചെയ്യുവാൻ കഴിയാതാക്കുന്ന ബലഹീനത നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ സ്വന്തം ഇഷ്ടം ചെയ്യുവാനുള്ള ശക്തി അല്പം പോലും നമ്മിൽ ഇല്ലാതാകുന്നു. ഈ ബലഹീനത നമ്മെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നടത്തുന്നതിനാൽ ഇതിനെ നമുക്ക് തേജസ്സേറിയ ബലഹീനത എന്ന് വിളിക്കാം. ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടു എന്ന് 2 കൊരിന്ത്യർ 13:4 കാണുന്നു. സ്വന്തം ഇഷ്ടം ചെയ്യുന്നതിൽ ക്രിസ്തു ബലഹീനനായിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 5:30 യേശു പറഞ്ഞു. ചിലർ സ്വന്തം ഇഷ്ടം ചെയ്യുവാൻ ശക്തരാണ്. അത്തരം ബലവാന്മാരെ അവൻ വിളിക്കാത്തതിനാൽ സ്തോത്രം. 1 കൊരിന്ത്യർ 1:26 സ്വന്തം ഇഷ്ടം ചെയ്യാതിരിക്കുവാൻ തീരുമാനിച്ചു നമ്മെ പ്രതിഷ്ഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ ഹിതം ചെയ്യുന്നതിനായി ദൈവകൃപ ദിവ്യശക്തിയായി നമ്മുടെ ബലഹീന ശരീരത്തിന്മേൽ ആവസിക്കും. പ്രിയരെ, യേശുവിന്, അപ്പോസ്തലനായ പൗലോസിന്, മറ്റ് അനേക വിശുദ്ധന്മാർക്ക് ഉണ്ടായിരുന്ന ഈ അനുഗ്രഹീത ബലഹീനത നിങ്ങൾക്കുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ശേഷിച്ചിരിക്കുന്ന സമയം ദൈവഹിതം മാത്രം ചെയ്യുവാൻ എന്തുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളെ പ്രതിഷ്ഠിക്കുന്നില്ല? അങ്ങനെ ചെയ്താൽ ദൈവശക്തി നിങ്ങളിൽ തികഞ്ഞു വരും. ദൈവഹിതം ചെയ്യുവാൻ ദൈവകൃപ നിങ്ങളുടെ മേൽ പകരുമാറാകട്ടെ. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. 2 കൊരിന്ത്യർ 12:10 നമ്മുടെ സ്വന്തം ഹിതം ചെയ്യുന്നതിന് നാം ബലഹീനരായി തീരുമ്പോൾ ദൈവഹിതം ചെയ്യുവാൻ നാം ശക്തരായി തീരും എന്നാണ് ഇതിൻ്റെ അർത്ഥം.